ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിൽ നമുക്ക് എല്ലാവർക്കും പങ്കുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാ പലപ്പോഴും ഡോക്ടർ 5 ദിവസം എഴുതി ആ ചീട്ടുമായിട്ട് രണ്ടാം പ്രാവശ്യം വേറെ എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ വീണ്ടും പോയി ഒരു ചെക്കപ്പും ഇല്ലാതെ നമ്മൾ വാങ്ങിച്ചു കഴിക്കുന്നുണ്ട്. സിംറ്റംസ് ഞാനങ്ങ് നിശ്ചയിച്ചു എന്റെ അതേ രോഗമാണ്, പോകുന്നു ഈ പ്രിസ്ക്രിപ്ഷൻ തന്നെ കൊടുക്കുന്ന ഈ ആന്റിബയോട്ടിക് ഓവർ ദ കൗണ്ടർ അങ്ങോട്ട് ഞാൻ വാങ്ങിക്കണം, വാങ്ങിച്ചങ്ങ് കഴിക്കുകയാണ്. അതില് എനിക്ക് അതായിരിക്കില്ല എന്റെ അസുഖത്തിന്, എന്റെ അസുഖം ഡയഗ്നോസ് ചെയ്യാൻ എനിക്കറിയോ ഇല്ല, അതൊരു ഡോക്ടർക്കേ കഴിയില്ല. ആ ഡോക്ടർ ഡയഗ്നോസ് ചെയ്ത് അതിന് ഇന്ന മരുന്നാണെന്ന് സാറ് പറഞ്ഞ പോലെ ഈ ലിനസോളിഡ് ഇതേപോലെ എന്തുകൊണ്ടായിരിക്കും റെസിസ്റ്റന്റ് ആയത്, ആ പേഷ്യൻസ് കമ്മ്യൂണിറ്റി അക്വയർഡ് ആവാം. ഇത് ഈ ഒരു റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ടാക്കുന്നതിന്റെ മൂല കാരണം എന്ന് പറയുന്നത് നമ്മൾ കോമൺ പീപ്പിൾ തന്നെയാണ്. ഒരു പേഷ്യന്റിന് വരുന്നത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയിരിക്കും, രണ്ടാമത്തെ ഒരാള് വൈറൽ ഇൻഫെക്ഷൻ ആണ്. അവിടെ ആന്റിബയോട്ടിക് ഒരു കാര്യമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.